തൃശൂർ ചൊക്കനയിൽ അടിപാതമടർന്ന നിലയിൽ കാട്ടുകൊമ്പനെ കണ്ടെത്തി. കാരിക്കടവിനും ചൊക്കനയ്ക്കുമിടയിലുള്ള വനമേഖലയിലാണ് വലതുഭാഗത്തെ പിൻകാലിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ കണ്ടത്. തോട്ടം തൊഴിലാളികളാണ് ആനയെ അവശനിലയിൽ ആദ്യം കണ്ടെത്തിയത്. വിവരങ്ങൾ MS ലിഷോയ് നൽകും. ലിഷോയ്, ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള സംഘം അവിടെ എത്തിയോ? പരിക്ക് ഗുരുതരമാണല്ലേ? പരിക്ക് ഗുരുതരമാണ്. അതായത് കാലിൻ്റെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കാലിൻ്റെ അടിഭാഗം, പാദത്തിൻ്റെ അടിഭാഗം അടർന്ന നിലയിലാണ്. അതിനിപ്പോൾ ഈ ആനയ്ക്ക് ചികിത്സ നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വനംവകുപ്പ് ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ചൊക്കനയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒറ്റയ്ക്കാണ് ഈ കൊമ്പൻ്റെ നടപ്പ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എന്തായാലും ഏതെങ്കിലും തരത്തിൽ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഈ കാലിൻ്റെ പാദത്തിൻ്റെ അടിഭാഗം അടർന്ന നിലയിലാണ്. ആന നടക്കാനായി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഈ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലാകും ഈ ചികിത്സയൊക്കെ തന്നെ നൽകാൻ കഴിയുകയാണെങ്കിൽ അതിന് കാര്യങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഒരു വിഭാഗം ഈ ഡോക്ടർമാരുൾപ്പെടെയുള്ള സംഘം ആനയെ നിരീക്ഷിക്കാനായി എത്തുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ശരി, ആനയുടെ അടിപാതമടർന്ന നിലയിലാണുള്ളത്. ഗുരുതരമായ പരിക്കുണ്ട്. എന്തായാലും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.